അപ്പം നമുക്ക് സദ്യക്കുള്ള ഇഞ്ചിക്കറി തയ്യാറാക്കാവേ. ഇഞ്ചിയൊക്കെ നേരത്തെ തന്നെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അരിഞ്ഞെടുത്ത് വെച്ചത്. നമുക്ക് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വറുത്ത് കോരി എടുക്കാവേ. നല്ല ബ്രൗൺ കളറാകുമ്പം വറുത്ത് കോരി എടുക്കണവേ. ഇത് ഏകദേശം ഒരു 1/2 കിലോളം ഉണ്ടായിരുന്നു, പക്ഷേ വറുത്ത് കോരി വന്നപ്പോഴത്തേനും അതിൻ്റെ പകുതിയേ ഉള്ളായിരുന്നു കേട്ടോ. അപ്പം അത് മൊത്തവും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം ഞാനൊരു 10-12 കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. അതും കൂടെ നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ വറുത്ത് കോരി അതിൻ്റെ കൂടെ ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് അത് രണ്ടും കൂടെ ഒരുമിച്ചങ്ങ് പൊടിച്ചെടുക്കാവേ. കുറച്ച് കൊച്ചുള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അത് അവസാനം നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിനകത്ത് വറുത്തിടാൻ വേണ്ടിയാണ്. നമുക്ക് ഇഞ്ചിയും കൊച്ചുള്ളിയും കൂടെ വറുത്ത് വെച്ചേക്കുന്നത് നല്ലതുപോലെ പൊടിച്ചെടുക്കാവേ. ഇനി ആ എണ്ണയിൽ തന്നെ കൊച്ചുള്ളി അരിഞ്ഞിട്ടത് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചെടുത്ത് അതിനകത്ത് ഉണക്കമുളകും കൂടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അതും കൂടെ നല്ലതുപോലെ ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം പൊടികളും കൂടെ ഇട്ട് കൊടുക്കാവേ. പൊടികൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി, ഉലുവാപ്പൊടി ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് പൊടിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഇഞ്ചിയും കൊച്ചുള്ളിയും കൂടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും ഇട്ട് കൊടുത്ത് പുളിവെള്ളം ഞാൻ നേരത്തെ ചൂടുവെള്ളത്തിനകത്താണ് സോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. പുളി അതും കൂടെ ഒഴിച്ച് ഉപ്പും ഇട്ട് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടി ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ഇടയ്ക്ക് ഉപ്പൊക്കെ നോക്കി നല്ലതുപോലെ പറ്റിച്ചെടുക്കാവേ. സംഭവം ഇത്രയേ ഉള്ളേ. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോ കാണാവേ.